ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗോഡ്സില്ല എർത്തിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ആർക്കൊക്കെ ഈ ഗോഡ്സില്ല എർത്തിന് ഇഷ്ടമാണെന്ന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ഗോഡ്സില്ല എർത്തുമായി ബന്ധപ്പെട്ട് 3 അനിമെ മൂവീസൊക്കെ വന്നിട്ടുണ്ട്. സോ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. സോ ഗോഡ്സില്ല ഫാനാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ആ പടമൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, സൂപ്പർ പടമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധാരണ നമ്മുടെ ഗോഡ്സിലൊക്കെ വന്നൊരു അനിമൽ ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു ഗോഡ്സില്ല എർത്ത് വന്നൊരു പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗോഡ്സിലയാണ്, അതായത് മരം പോലത്തെ ഒക്കെ അതൊക്കെ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഗോഡ്സിലയാണ് നമ്മുടെ ഈ ഒരു ഗോഡ്സില്ല എർത്ത് എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അതായത് പെട്ടെന്ന് നോക്കിയാൽ സാധാരണ ഗോഡ്സിലെ പോലെ ഇരുന്നാലും നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് നോക്കിയാൽ ഈ ഗോഡ്സിലയുടെ ശരീരം മൊത്തം ഈ മരം ചെടി ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു ഗോഡ്സില വെർഷനാണ് ഈ ഒരു എർത്ത് ഗോഡ്സില എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം നടന്നതെന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ മനുഷ്യരൊക്കെ ഇല്ലേ, സോ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗോഡ്സില ആ ടൈമിൽ വന്ന് വെറും ഒരു 100 അടി മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം മനുഷ്യരൊക്കെ എന്തെന്ന് വെച്ചാൽ ഈ ഗോഡ്സിലെ കണ്ട് പേടിച്ചിട്ട് എന്തെന്ന് വെച്ചാൽ ഇവർ ഈ നമ്മുടെ ലോകത്തിൽ നിന്ന് പോവേനും, ഇവർ വേറെ ലോകത്തോട്ട് പോകാൻ പോവേനും. അപ്പം അങ്ങനെ പോയിട്ട് ഈ മനുഷ്യരാണെങ്കിൽ ഒരു 2000 വർഷം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എന്താ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഗോഡ്സിലെ ആണെങ്കിൽ ഈ റേഡിയേഷൻസൊക്കെ അബ്സോർവ് ചെയ്ത് ഒരു 1000 അടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ ഗോഡ്സിലെ എർത്ത് ഗോഡ്സില ആയിട്ട് മാറുന്നത്. അതായത് ഈ മനുഷ്യർ വന്ന് 100 അടിയുള്ള ഗോഡ്സിലെ പേടിച്ച് പോയിട്ട് ഇപ്പം 1000 അടിയുള്ള ഗോഡ്സിലയുടെ അടുത്ത് വന്ന് പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മനുഷ്യരുടെ അവസ്ഥ എന്ന് വെച്ചാൽ. അപ്പം ഈ ഗോഡ്സില എന്തെന്ന് വെച്ചാൽ ഈ റേഡിയേഷനൊക്കെ അബ്സോർവ് ചെയ്ത് ഈ ഒരു മരം ചെടി ഇതൊക്കെ ഈ ഗോഡ്സിലയുടെ കൂടെ ചേർത്ത് അങ്ങനെ ഈ ഗോഡ്സില വന്നൊരു എർത്ത് ഗോഡ്സിലായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അതായത് ഈ ഗോഡ്സിലെ ചുറ്റും ഒരു എക്കോ സിസ്റ്റം തന്നെയാണ്. ഇപ്പം ചെടി മരങ്ങളൊക്കെ ചുറ്റും ഒരു എക്കോ സിസ്റ്റം ഉള്ള പോലെ ഈ ഗോഡ്സിലെ ചുറ്റും ഒരു വലിയൊരു എക്കോ സിസ്റ്റം തന്നെയുണ്ട്, ഇതിൻ്റെ സെൽസിലൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ ഗോഡ്സില ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പടത്തിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധാരണ ഈ മരം ഇതൊക്കെയാണല്ലോ നമ്മുടെ ലോകത്തിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ ഭയങ്കര സൈസൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത് ബേസ്ഡായിട്ട് ഈ എർത്ത് ഗോഡ്സിലെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഗോഡ്സിലയുടെ വെയിറ്റ് എത്രയെന്ന് നോക്കിയാണെങ്കിൽ 1,00,000 ടൺസാണ് ഈ ഗോഡ്സിലയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. കാണാൻ ഇത് ഇത്ര വലിയ സൈസിൽ ഇരുന്നാലും 1,00,000 ടൺസേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ. കാരണം ഇതിന് വന്ന് ഈ ഒരു സ്കെൽട്ടൻ ഒന്നുമില്ല, കാരണം ഇത് ഫുള്ള് മരം ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്കെൽട്ടനും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് വെയിറ്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറെ ലെവൽ പവർഫുള്ളാണ്. ഇപ്പം നമ്മുടെ മോൺസ്റ്റർ വേസിലുള്ള ഗോഡ്സിലയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി ഇത് ഭയങ്കര സൈസാണ്. നമ്മുടെ ആ ഒരു ഗോഡ്സില വന്ന് ഇതിൻ്റെ കാലിൻ്റെ അത്ര പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി ഒരു ഒറ്റ ചവിട്ടിന് തന്നെ അരച്ചിട്ട് പോകും, കാരണം അത്രത്തോളം സൈസാണ് ഈ ഗോഡ്സില എന്ന് വെച്ചാൽ. അപ്പം നമ്മളൊരു എർത്ത് ഗോഡ്സിലെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കി. ഇനി വന്ന് ഈ ഗോഡ്സിലയുടെ പവേഴ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ മെയിനായിട്ട് ഇതിനുള്ള പവറാണ് പ്ലാസ്മ കട്ടർ എന്നൊരു പവർ. അതായത് ഈ ഒരു ഗോഡ്സിലയുടെ ഒരു ഡിഫറെൻറ്റ് അറ്റോമിക് ബ്രീത്ത് എന്ന് പറയാം. അതായത് ഇത് വെച്ച് ഈ ഗോഡ്സിലേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പവർഫുള്ളാണത്. സോ അതുവരെ ഇതിൻ്റെ ടെയിലൊക്കെ വെച്ച് ഇതിനൊരു വലിയൊരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പവർഫുൾ ഷോക്ക് വേവ്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. സോ എന്തായിരുന്നാലും അത് നശിപ്പിച്ചിട്ട് ഈ ഗോഡ്സില പോകും, കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഷോക്ക് വേവ് ഈ ഒരു ഗോഡ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഗോഡ്സിലേക്ക് മറ്റൊരു പവറും കൂടെ ഉണ്ട്, അതാണ് സൂപ്പർ ഓസിലറി വേവ് എന്നൊരു പവറുണ്ട്. സോ ഈ ഒരു പവർ എന്താണെന്ന് വെച്ചാൽ ഈ ഗോഡ്സില ഇങ്ങനെ സാധാരണ നമ്മുടെ ഗോഡ്സില ഇങ്ങനെ കീറിയൊക്കെ വിളിക്കുമല്ലോ. സോ പക്ഷേ ഈ ഗോഡ്സില ഇങ്ങനെ കീറി വിളിച്ചാൽ പിന്നെ ചുറ്റും ഒന്നും കാണില്ല, എല്ലാം നശിച്ചൊക്കെ പോകും. കാരണം ഒരു വലിയൊരു ഷോക്ക് വേവ് തന്നെ ആ സമയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് കാരണം എല്ലാം തന്നെ നശിച്ചുകൊണ്ട് പോകും. സോ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു കീറി വിളിയാണ് ഈ ഗോഡ്സില ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഈ ഗോഡ്സിലേക്ക് വേറെ ലെവലായിട്ടുള്ള റീജനറേഷൻ എബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ ഗോഡ്സില എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്താലും ഈ ഗോഡ്സില വിത്തിൻ സെക്കൻഡ്സിൽ അത് റീജനറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, കോൾഡ് റെസിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഗോഡ്സിലേക്കുണ്ട്. പിന്നെ അറ്റോമിക് ബ്രീത്ത്, ഇതിൻ്റെ അറ്റോമിക് ബ്രീത്ത് വന്ന് നമ്മുടെ സാധാരണ ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രീത്തിനേക്കാൾ പവർഫുള്ളാണ്. ഏകദേശം ഒരു 300 കിലോമീറ്റർ വരെ ഇതിൻ്റെ അറ്റോമിക് ബ്രീത്ത് പോകുന്നതാണ് പറയുന്നത്. ഇത് അറ്റോമിക് ബ്രീത്ത് വിട്ടാൽ പിന്നെ തീന്ന് ഒന്നും നോക്കണ്ട, എല്ലാ കാര്യവും ക്ലോസ്. പിന്നെ ഇതിന് വന്ന് ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഗോഡ്സില സ്റ്റോർ ചെയ്ത് വെച്ച എനർജിയൊക്കെ ഇതിങ്ങനെ ഒരു ഷീൽഡാക്കി വെച്ചിരിക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഡോർസൽ പ്ലേറ്റ്സ് ഇല്ലേ, അതായത് മുള്ളു പൊളിക്കുന്നത്, അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്സിനെയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഷീൽഡ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡ് എന്നാണ് പറയുന്നത്.
പിന്നെ ഒന്ന് ഈ ഗോഡ്സിലേക്ക് നല്ല ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്, സ്പീഡുണ്ട്, കൂടാതെ എനർജീസിനെയൊക്കെ അബ്സോർവ് ചെയ്ത് ഇതിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ വേറെ ലെവലായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്തും ഡ്യൂറബിലിറ്റി, റേഞ്ച്, സ്റ്റാമിന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗോഡ്സിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ റെഡ് സ്പൈറൽ ബ്രീത്ത് എന്നൊരു പവർ ഈ ഗോഡ്സിലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയൊക്കെ ഇതിനൊരു പവർഫുൾ ആയിട്ടുള്ളൊരു അറ്റോമിക് ബ്രീത്ത്, അതായത് പുതിയൊരു വെർഷൻ പോലത്തെ ഒരു അറ്റോമിക് ബ്രീത്തായിട്ട് ഇതിന് വിടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗോഡ്സിലയുടെ മെയിനായിട്ടുള്ള ചില പവേഴ്സും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഗോഡ്സിലെ പവേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്നൊക്കെ നോക്കാവുന്നതാണ്. ഇനി ഗോഡ്സിലയുടെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ആ അറ്റോമിക് ബ്രീത്ത് ഇല്ല, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയ വീക്ക്നെസ്സിനാണ് പറഞ്ഞത്. ഒരു പക്ഷേ ഇതിൻ്റെ അറ്റോമിക് ബ്രീത്ത് ഇതിൻ്റെ ദേഹത്തിന് കൊള്ളുകയാണെങ്കിൽ ഒരു വലിയ ഡാമേജ് തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ മോത്രോ പോലത്തെ ടൈറ്റൻസ് അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വിട്ട് കൊടുത്താൽ ഇതിനൊരു ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റോമിക് ബ്രീത്ത് ഇതിനൊരു പ്രശ്നമാണ്. കൂടാതെ പവർഫുൾ ആയിട്ടുള്ള EMPs ഈ ഗോഡ്സിലേക്ക് ഒരു വീക്ക്നെസ്സിനെ പറഞ്ഞത്. കാരണം ആ ഒരു EMPs കാരണം ഇതിൻ്റെ ആ ഒരു ഫ്രോസ്റ്റ് ഷീൽഡ് ഇല്ലേ, അത് ബ്രേക്ക് ആവാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രേക്ക് ആയാൽ ഇതിൻ്റെ ഡോർസൽ ഫ്ലീറ്റ്സിന് ഡാമേജ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഡോർസൽ ഫ്ലീറ്റ്സിന് ഇമ്പോർട്ടൻസ് ആണ്. ആ ഡോർസൽ ഫെയിൻ വന്ന് ഡാമേജ് ആവുകയാണെങ്കിൽ ഇതിനൊരു വലിയ ഇഷ്യൂ എന്നാണ് പറയുന്നത്. കാരണം അതിന് ചുറ്റും ഒരു ഷീൽഡ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഈ പവർഫുൾ ആയിട്ടുള്ള EMPs കാരണം ആ ഷീൽഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിയാൽ ഇതിൻ്റെ ഡോർസൽ ഫ്ലീറ്റ്സിന് ആ സമയം ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഇതിനത് ഡാമേജ് ആവും എന്നാണ് പറഞ്ഞത്. ഇന്ന് വെച്ച് ഈ ഗോഡ്സിലെ കൊല്ലാനൊന്നും പറ്റില്ല, പക്ഷേ കുറച്ച് നേരത്തേക്ക് ഈ ഗോഡ്സിലെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗോഡ്സിലയുടെ വീക്ക്നെസ്സുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഗോഡ്സില എർത്തിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കൊക്കെ ഗോഡ്സില എർത്തിന് ഇഷ്ടമെന്ന് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.